ഞാൻ ചോദിച്ചോട്ടെ, അമ്മായി അമ്മാവനെ തല്ലുകയോ ചീത്ത വിളിക്കുകയോ വല്ലതും ചെയ്തോ? ഇപ്പം അവളിപ്പം എന്നെ ഒരു തല്ല് തല്ലിയാലും അതൊന്നല്ല, അതിലും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെന്താണ് പ്രശ്നം? അത് പിന്നെ അമ്മാവന് ഇനി എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും ആണോ? ഇനിയിപ്പോൾ മാറാരോഗം വന്ന് മരിക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല. അതൊന്നും അല്ലടാ. അതെ, അനക്ക് മാമനറിയില്ലേ? എനിക്ക് അമ്മാവനെ അറിയില്ല. അതെന്താ പുതിയ ചോദ്യം? ഞാൻ ആരെന്ത് പറഞ്ഞാലും മാമനാളെങ്ങനെയാന്നുള്ളത് നിനക്കറിയാലോ. എനിക്കറിയാമേ. അത് മാമൻ കാര്യം പറ, എന്താ പ്രശ്നമെന്ന് പറയേ. അല്ല, അത് പിന്നെ ഈ എങ്ങനെയാ ഞാൻ അമ്മാവ എന്തായാലും എന്നോട് രാഷ്ട്രീയക്കാരനോട് കള്ളം പറയരുത്. അല്ലാതെ അങ്ങനെയല്ല, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത്. അല്ല, അവരെ കാണാൻ പോകുമ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞോ? ഇതിപ്പം ഞാനിപ്പോൾ എന്നോടല്ലേ പറയേണ്ട കാര്യം? ആ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറയുന്നോട്. എന്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഞാനല്ലേ, ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ഈറ്റോ, ഗിരിജയും വീട്ടിലെ പെണ്ണുങ്ങളെ അറിയരുത്. ഇത്ര കാലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എൻ്റെ സൽപ്പേര് മുഴുവൻ പോവുമല്ലോന്ന് ആലോചിക്കുമ്പോൾ അമ്മാവിൻ്റെ സൽപ്പേര് പോകാൻ വേണ്ടിയിട്ട് അപ്പുറക്ക് എന്ത് വിഷയമാണ്? അതെ, ഇപ്പം ഈ പെട്രോളിനൊക്കെ ഭയങ്കര വില കൂടുതലാണല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു പോകുമ്പോൾ നല്ല കാശ് മേടിക്കാണ് അവർ. ഓട്ടോറിക്ഷക്കാരുമായിട്ട് വല്ല പ്രശ്നമായ? ഇല്ല, അപ്പം ഞാൻ ഇനി ഓട്ടോറിക്ഷയിൽ പോകണ്ട, നമുക്കൊരു മിനിമം ചാർജ് കൊടുത്താൽ ബസ്സിൽ വരാലോ എന്ന് കരുതിയിട്ട് ബസ്സിലാണ് യാത്ര. ഞാൻ അമ്മാവനോട് പറയാതിരിക്കുന്നത് എത്രയും നാൾ മുമ്പ് അമ്മാവനോട് പറയായിരുന്നതാണ്. വെറുതെ എന്തിനാണ് എപ്പോഴും ബസ് നമ്മുടെ മുന്നിൽ കൂടെ പോകില്ലേ? ഒരു ബസ്സുകാർ ഇവിടെ ഇറങ്ങിയാൽ പോലെ വെറുതെ ഓട്ടോ കാശ് കളയാൻ എന്തിനാണ്? കാശ് പോയാലും കുഴപ്പമില്ല, ഓട്ടോയിൽ വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇന്ന് ബസ്സിലാണ് വന്നതേ. അപ്പോൾ നോക്കുമ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്ക്. ഇങ്ങനെ ഇറുകി പിടിച്ച് നിന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, ബാക്കിൽ കുറേ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരുത്തൻ എൻ്റെ ബാക്കിൽ നിന്ന് ഇത് കൂടെ കൈയിട്ടിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടീനെ ഒരു തോണ്ടൽ. ഈ പെണ്ണ് ഇന്നെ തോണ്ടിന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് കണ്ടത് തന്നെ. അവൾ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു, ഇതാ ഈ കിളവൻ എന്നെ തോണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല, ബാക്കെന്ന് ആരാണ് പറഞ്ഞു. ഇവള് വിശ്വസിച്ചില്ല. ഇവള് പറഞ്ഞു, ഈ കിളവൻ തന്നെയാണ് എന്നെ തോണ്ടിയെന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാവരും കൂടി വളർത്തി. അമ്മാവനത് പറഞ്ഞൂടെ? കൊച്ച ഞാനല്ല, വേറൊരുത്തനാ തോണ്ടിട്ട് പോയെന്ന് പറയണ്ട. ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയണാണ് കേൾക്കണം. ആരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലടാ കുട്ടിയെ. ഇപ്പം ആ പെണ്ണിനെ കുറ്റം പറയാൻ പറ്റൂല. ഈ പ്രായത്തിലുള്ള കുറേ മുതുക്കുകളുണ്ട് ക്രിമിക്കത്തുള്ളത്. ബസ്സിൽ കയറണം ഇതിന് തന്നെ. മിനിമം ടിക്കറ്റ് എടുക്കും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോരും, പിള്ളേരെ തോണ്ടുക, തടവുക. ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവ് അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്, അതുകൊണ്ട് വിശ്വസിക്കുകയില്ല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ബസ്സിന് അങ്ങനെ അതിലിടയ്ക്ക് എല്ലാവരും കൂടി ഇന്നപ്പോൾ ഏതോ ഒരുത്തം പറഞ്ഞു, ബസ് നേരെ സ്റ്റേഷനിലേക്ക് വിടുകയെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞാൻ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ട. അല്ല, ഈ ബസ്സിലാരും പിന്നാലെ വന്നില്ലേ അമ്മ? ഞാനൊന്നും നോക്കിയില്ല. ശരം വിട്ട പോലെ ഓടിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് കടർ അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും കാണാനില്ല. അവിടുന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് ഓടി വന്നതാ. ഇനി ആ പെണ്ണത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് പെണ്ണുങ്ങൾ അറിഞ്ഞു. വിഷമിക്കല്ലേ, പരിഹാരം ഉണ്ടാകാം. അതെ, ഇത് പുറത്താരും അറിയരുത്.